എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊല്ലുകയും ചെയ്യാം. എനിക്ക് കാശും കിട്ടും. അയ്യേ. എന്തായേ? അല്ല, നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപനത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലും ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും പണിഞ്ഞോ? പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ പറ്റൂ? ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകടി. ഞങ്ങൾ 3 പേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കയിൽ നിന്ന് നല്ലൊരു ആലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്ന് മുതൽ ഗിരിയനോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്. അപ്പനോ? എടി, അവളാടി നിന്റെ അമേരിക്കയിലുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂലി കാഞ്ഞാണി. ജൂലി ചേച്ചി, കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് 2 പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവനാ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്. കർത്താവേ, അയ്യോ സോറി. ശിവനെ, ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആരായാലും ആദ്യമായിട്ട് അമ്പലത്തില് ഒന്നും തോന്നല്ലേ. ഓം ശാന്തി, അങ്ങനല്ലേ പറയാം? കിരിയേട്ട എന്താ പ്രാർത്ഥിക്കുന്ന വെച്ചാ അതങ്ങോട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് അങ്ങേരെ എനിക്ക് തന്നേക്കണേ. നീ എന്താ ഇവിടെ? ആരും വരാത്ത അമ്പലത്തില് പിറന്നാൾ തന്നെ എന്താ കാര്യം? കാരണന്മാരായിട്ട് പണ്ട് വിളക്ക് വെച്ച് പൂജിച്ചിരുന്ന സ്ഥലമാണ്. റിസർവനാക്കിയപ്പോൾ കാട് വന്ന് മൂടിപ്പോയി. അച്ഛൻ പാർട്ടിലുണ്ടായിരുന്ന കാലത്ത് പോലും ഇവിടെ വരുമായിരുന്നു, രഹസ്യമായിട്ട്. കുഞ്ഞായിരുന്നപ്പോൾ എന്നെയും കൊണ്ടുവരുമായിരുന്നു. പിറന്നാളിന് ഇവിടെ വരുന്നൊരു സുഖമാണ്. കൊട എടുത്തിട്ടുണ്ടോ? എന്തിനാ? മഴ ആദ്യം പെയ്യുന്നത് കുന്നിന്റെ മുകളിലാണ്, അറിയോ? അതെ. വേണ്ട, ഒന്നും പറയണ്ട. എന്താ പറയാൻ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് മുതിർന്നൊരാണിനോട് തോന്നുന്നൊരു ഐറ്റം, അത് ഊതി ഉറപ്പിച്ച് വലുതാക്കാൻ തോന്നും. വീർപ്പിച്ച് ഒന്നുമില്ലാന്നറിയുമ്പോൾ അവസാനം വിഷമാവും. ഇപ്പോൾ പഠിക്കുന്ന പ്രായം. അച്ഛനേക്കാൾ കൈപ്പണിയുള്ളൊരു ഡോക്ടർ, അല്ലെങ്കിൽ അതിലും മേലെ എത്താനുള്ള ഒരാളാണ്. തൽക്കാലം വേറെ ചിന്തകളൊന്നും വേണ്ട. മഴ തോർന്നു, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം.
വേണ്ട, എന്റെ ബൈക്കുണ്ട്. ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതത് തന്നെ. എന്ത്? ഡോക്ടർ പ്രസാദ് വർക്കി അങ്ങേർക്ക് നിന്നോട് പ്രണയാന്ന ഇവള് പറഞ്ഞേ. ഒന്ന് പോടി. ആളും ഞാനും നല്ല ഫ്രണ്ട്സാ. നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല ലവേഴ്സ് ആവാൻ പറ്റൂ. ആളുടെ നോട്ടവും സംസാരവും ചിരിയും ഒക്കെ നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് ക്ലോസപ്പിൽ നോക്കിക്കേ. പ്രണയം തുടിക്കുന്നില്ലേ? കർത്താവേ, പണി പാളോ? എന്തു പാളാൻ? നല്ലതല്ലേ? അമേരിക്കയിൽ നിന്നും MD കഴിഞ്ഞ കിട്ടില്ല ഡോക്ടർ പയ്യൻ, പോരാതിന് ക്രിസ്ത്യാനി. ഞാനാണെങ്കിൽ കണ്ണുമുട്ടി ഒക്കെ പറയും. അയ്യോ, നീ ഇപ്പഴും നിന്റെ ചൈനയിൽ പോയി കുംഫുക്കാരൻ ചേട്ടനെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? ലോകത്ത് എവിടെയും കേൾക്കാത്തൊരു പ്രേമം. ഒരുത്തിക്ക് ഇഷ്ടാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കൊച്ചുട്ടി എന്ന് പറഞ്ഞ അങ്ങേര്. നീയും അങ്ങേരും കൂടെ വിചാരിച്ചായിരുന്നു ഒരു കൊച്ചുട്ടി ഉണ്ടാവുന്ന പ്രായം അന്നേ നിനക്കുണ്ടായിരുന്നു. മണ്ടൻ. പോരാത്തതിനൊരു കോട്ടയും കൊടുത്തുവിട്ടിരിക്കുന്നു. അത് പുറത്ത് കാണിക്കാൻ കൊള്ളാത്തൊരു ഓലക്കൂട. അങ്ങനെ ചൈനയിൽ പോയി വേറെ പെണ്ണും കെട്ടി 4 പിള്ളേരും ആയി കാണും. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ 맞아. 참기 좋아 맞아. 어제 마트 sakhe, sauce 마트 sakhe다. 저 짬찜쪄. sakhe. എന്തോന്നാടി, അറ്റാക്കാണോ? അല്ലടി, അർബുദം. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോ. പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കിടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ ദേ എന്റെ നേരെ പ്രസാദ് വർക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേര് ഇഷ്ടം പറയാൻ വരുന്നതാണോ? എന്റെ അന്തോണീസ് പുണ്യാള കാത്തോളിനെ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മ ഈ വിങ്ങിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോൾ ഇവിടെ ഉണ്ടെന്ന് റേച്ചിൽ പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലിറൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവന്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ. അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റൂന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ്റെ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എന്റെ മനസ്സിലല്ല ഡ്യൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എന്റെ ഗൂഗിളിയാ ബെഡി കിടക്കണേ. അതേ സ്ഥലം, ഒരു മഴയുടെ കുറവേ ഉള്ളൂ.
പൂജയ്ക്കറിയാലോ, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു കർഷകൻ. തുടങ്ങി. ഇപ്പൊ പറയും പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാ. പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങൾക്ക് എത്തേണ്ട ആളാ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ട ആളാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. സത്യത്തില് നമ്മൾ ഒരേ തൂവൽ പക്ഷികളായിരുന്നല്ലേ. പക്ഷെ ഇങ്ങക്കായിരുന്നു കേട്ടോ ചാൻസ് കൂടുതൽ. അതെനിക്ക് പിന്നെ മനസ്സിലായത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ താജ് ബ്രോ, എല്ലാം കൈവിട്ടു പോയില്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു ബ്രോ. പക്ഷെ എന്തെന്നെയാണേലും നിങ്ങളത് നേരിട്ട് തന്നെ പോയി പറയണമായിരുന്നു. നാറിയിട്ടാണെങ്കിലും അറിഞ്ഞല്ലോ, അങ്ങനെ വിചാരിക്കാം. അതങ്ങനെയല്ല ബ്രോ. നിങ്ങൾക്കറിയോ, എനിക്ക് ഫസ്റ്റ് ചെരുപ്പിൻ്റെ അച്ചോടായിരുന്നു. പാറ്റൻ്റെ മേളിൽ പോകുന്നൊക്കെ വെച്ച് തുടങ്ങിയതാ. പക്ഷെ ഒരു പാറ്റ പോലും പീടിയെ കയറിയില്ല. ചെരുപ്പ് മുഴുവൻ ബാക്കി. അവസാനം ഞാൻ തീർന്നറിയോ, ഒരു കടകാലിയാക്കൽ പരിപാടി അങ്ങോട്ട് പിടിച്ച്. സംഭവം നഷ്ടക്കച്ചവടമായിരുന്നെങ്കിലും ഒരാഴ്ച കൊണ്ട് ഞാൻ സാധനം മൊത്തം വിറ്റീർത്തു. അവിടെ നഷ്ടമല്ലായിരുന്നു നിന്റെ വിഷയം, ചെരുപ്പ് തീർക്കുക എന്ന് മാത്രമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പിടികിട്ടിയ നിന്റെ കടയിൽ കെട്ടിക്കിടന്ന ചെരുപ്പ് മാതിരിയാ നിങ്ങളുടെ മനസ്സിലിഷ്ടം. അത് നിങ്ങൾ തന്നെ നല്ല അന്തസ്സായിട്ട് തുറന്നു പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ബ്രോ. അത് നിങ്ങളായിട്ട് തന്നെ പറയണം ബ്രോ, നല്ല കളറായിട്ട്. പിന്നെ തുറന്നു പറയാത്ത ഇഷ്ടമൊന്നും പടച്ചന്റെ അക്കൗണ്ടിൽ കൂട്ടില്ലട്ടാ. നീ അവിടെ പോയിട്ട് എന്താ പരിപാടി? അവിടെ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ശരിയാക്കണം. അപ്പൊ ഇവിടെ ബാക്കി വെച്ച് പോകുന്ന കാര്യങ്ങളോ? അഭിലാഷിന്റെ കാര്യം തന്നെയാ. പാച്ചിക്ക, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. സംസാരിക്കണം ശരണ, സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം. അന്ന് ഈ അമീർ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ എന്നോടൊന്ന് തുറന്നു പറയാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായേനെ. അതെങ്ങനെയാ, ചില കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് എളുപ്പം തുറന്നു പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് ഒരു പരിധി വരെ അപ്പുറം നിൽക്കുന്നവരും കാരണക്കാരാണ്. അന്ന് ഞാനും തനി ഇക്കാക്ക മെറ്റീരിയലായിരുന്നല്ലോ. ഇവിടുന്ന് പോയ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കല് അഭിലാഷായിട്ടാ.
എൻ്റെ അവിടുത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയും ഓനാ. നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചങ്ങായിമാരായി. അനക്കറിയോ ഷെറിനെ, കുറച്ച് നാളായിട്ട് എൻ്റെ അമീറിൻ്റെ ഒരു വിവരം ഇല്ലാഞ്ഞിട്ട് ഓ നിങ്ങളെ തെരഞ്ഞ് അങ്ങോട്ട് വന്നേനെ മുംബൈക്ക്. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിഴൽ വീണിടും തുള്ളും നീളമാ ഉള്ളിനുള്ളിലാ. അമീർ പോയെന്നും ക്ലിനിക്കിന്റെയും വീടിന്റെയും വാടക പോലും കൊടുക്കാൻ പറ്റാണ്ട് എന്റെ ജീവിതം വഴിമുട്ടിയേക്കാന്നു അന്നെ പോയി തിരിച്ചു കൊണ്ടുവരണമെന്നു എന്നോട് പറയുന്ന അഭിലാഷ. മഴ മാറി നിന്ന് ഓൻ കാരണം നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കും തന്നെ. പൊറുക്കാതെ പോയാല് എന്നെക്കാൾ ഒരു ആയുസ് മുഴുവൻ നീറാൻ പോകുന്നത് ഓന്റെ മനസ്സാ. അഭിലാഷ, നിങ്ങള് സംസാരിച്ചേക്ക്, ഞാൻ മൂക്ക് മുട്ടായി മേടിച്ചു കൊടുത്തിട്ട് വരാം. ഇരിക്കടാ. ഇനി എന്നാ തിരിച്ച്? അറിയില്ല. ഞാൻ കാരണമാണല്ലേ? അല്ലടാ, പോണം. ഷെറിനെ, ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പറ്റിപ്പോയി. കുഴപ്പമില്ലടാ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 16382 കന്യാകുമാരിയിൽ നിന്നും കോട്ടയം പാച്ചിക്ക, ഷെറിനെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലൈല മജ്നുവിന്റെ കഥയിലെ ലൈലെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. പക്ഷേ മജ്നുവിന് സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ശ്വസിക്കുന്നത് നിർത്താൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് മജ്നുവിനെ സ്നേഹിക്കുന്നത്. അത് മൂപ്പർക്ക് ശീലമായി പോയി. അതുപോലൊരു ശീലമാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും. ഷെറിനെ, 8ാം ക്ലാസ്സിലെ നാടകത്തിൻ്റെ അന്ന് ഹെഡ് മാഷ് നിന്റെ തട്ടം പതപ്പിച്ചപ്പോ ആ സമയത്ത് ഉണങ്ങി ഇഷ്ട ആ തട്ടത്തിന്റെ മണം പോലെ എന്നെ അത് വിട്ടുപോയില്ല. ഞാനത് പറയാൻ ഒരുപാട് നോക്കിയതാ. അമീറിൻ്റെ എന്ന് അറിഞ്ഞിട്ടും ഒരിക്കലും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു ഷെറിനെ. കാരണം എനിക്കത് ശീലമായിപ്പോയി. അമ്മ പറയും, ചില ഇഷ്ടങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. ആ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്.
എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഷെറിനെ. അത് നീ ഒന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് അത് മാത്രം മതി. എനിക്ക് നിന്റെ ലൈലയാവാൻ പറ്റില്ല അഭിലാഷ്. അത് നിനക്ക് മനസ്സിലാവുമല്ലോ. കൽബിനകമേ കബപണിതേ ഹജുറുല്ലസ്വദായ് നീം പതിഞ്ഞേ ഇസ്ര പോയിടേ റൂഹ് പിടഞ്ഞേ കിബ്ല തിരിഞ്ഞേ കിബ്ര വെടിഞ്ഞേ. பிரதர், பிரதரா? அந்த பையனோட அப்பா அம்மா ஏன் அப்படி ரூடா பேசினாங்க? ഏത് പയ്യൻ? ஃப்ரெண்ட். അത് പിന്നെ പാതിരാത്രി തമിഴിൽ പറഞ്ഞ് ഞാൻ എങ്ങനെ മനസ്സിലാക്കാതെ. തങ്കച്ചി, നൈറ്റിൽ 2 പസങ്ങ കൂടെ ഒരു പൊണ്ണു പോയാ കേരളാവിൽ പിടിക്കാതെ. നീങ്ക തൂങ്ങിക്കോ. அதுல என்ன தப்பு இருக்கு? ഒരു തപ്പും ഇല്ല. നീങ്ക റെസ്റ്റ് പണിക്കോ. തപ്പേ അല്ല, നിങ്ങൾ നനച്ച വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടിയ വണ്ടി കയറിയിരിക്കോ? വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? ரொம்ப കേവലം. ഏത് നേരത്താണോ ഇവനൊക്കെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്? ഇപ്പൊ നനച്ച വണ്ടി കിട്ടിയില്ല, ഉള്ള വണ്ടി പോയി. ഹലോ അണിയാ, നിങ്ങൾ എവിടെ? നമ്മളിപ്പം ഒറ്റപ്പാലം. അണിയാ, ഒന്നും പേടിക്കണ്ട, നിങ്ങളെങ്ങും പോയില്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവനെ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ അവിടെ പറയുന്നേ. കല്യാണമാ? കല്യാണം. അവൾ ഒളിച്ചോടിയെന്ന് വീട്ടുകാർക്ക് നാണക്കേടായടാ. അതിന്റെ വിഷമത്തിന്റെ അവിടെ എല്ലാവരും അതാ. എടാ, അവരെക്കാളും ടെൻഷൻ ഇപ്പൊ എനിക്കാടാ. ചാച്ചന്റെ വണ്ടിയുടെ ടൈലാൻ പുറത്തും ചവിട്ടി പൊട്ടിച്ച്. അതങ്ങനെ അയാൾ കണ്ട അയാൾ ഉറപ്പായിട്ട് എന്നെ തല്ലിക്കൊല്ലും. എടാ, ചാച്ചന് വണ്ടിയേക്കാൾ ഇഷ്ടം നിന്നെയാ. ആളിവിടെ ഫുഡ് പോലും കഴിക്കാണ്ടിരിക്കുന്നേ നിന്നെ കാണാൻ വേണ്ടിട്ട്. എല്ലാവരും വിഷമിച്ചിരിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, വേഗം വാ. ശരിക്കും ചാച്ചൻ പറഞ്ഞ? ആ അണിയാ, പിന്നെ ഫോൺ ഓഫ് ആക്കണ്ടാട്ടാ. ഇല്ല തങ്കച്ചി, ഉനക്ക് കല്യാണോ? നിനക്കൂടെ പൊക്കൂടായിരുന്നോടാ? ജസ്റ്റ് മിസ്സാ. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് അളിയാ. എടാ, നിന്റെ അവളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണം ആടാ, അവർക്ക് പ്രശ്നം നടക്കടൊക്കെ ആയി. നിങ്ങളെ കെട്ടിക്കാൻ പോവാ. ആരാ പറഞ്ഞു? എടാ, നിജു വിളിച്ചു പറഞ്ഞു. നിജുവാ? അളി അമ്മയാണ് സത്യം. അവന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? ആ അളിയോ, ഇനിങ്ങനെ നടന്നാൻ പറ്റില്ല അളിയാ. ഒരു ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് അവളെ നന്നായിട്ട് നോക്കണ്ടേ? പുരുഷനായി വേണം. പോവാം, വാ, നമുക്ക് നേരെ നാളിലോട്ട് വിടാം. എന്നിട്ടുള്ളറിഞ്ഞാൽ മതി. നിധി, ഫ്രൂട്ടി വേണം. ബിസ്ക്കറ്റ് വേണം. നിധിയുടെ സങ്കല്പത്തിൽ ഒരു ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ വെൽ സെറ്റിൽഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ആകാൻ നോക്കും നിധി. പ്രൗഡ് ഓഫ് യു. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ കല്യാണത്തിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിധി, എല്ലാത്തിനും ഒരു നിമിത്തമുണ്ടല്ലോ. പോലീസാ? ഞാൻ ഇരുന്നോളാം. എന്തിനാ അപ്പൊ പോലീസ് വരുന്നത്? സാർ ഫാമിലി, സാർ ഫാമിലി. ഫാമിലി. ആരുടെ ഫാമിലി? തങ്കച്ചി. തങ്കച്ചി. അല്ല സാർ, ഞാനല്ല കേൾക്കാൻ അവനാ. നിനക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നീ ഇനി കുറച്ചു കാലേ കോടതി കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഞാൻ ഉണ്ടാക്കി തരുന്നു. പ്ലീസ് പ്ലീസ് പ്ലീസ്. കൊച്ചു വിഷമിക്കണ്ട. അച്ഛനോടും അമ്മയോടും സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും.
ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അവളുടെ വീട്ടുകാർ വരുമ്പോൾ എന്തായാലും നിനക്ക് അവളെ പിടിച്ച് കെട്ടിച്ചു തരും. പിന്നെ കല്യാണം കഴിഞ്ഞാലും സുഖമായിട്ട് രണ്ടുപേരോട് ജീവിക്കടാ. ആര്യൻ അന്ന് ഫ്രൂട്ട് തരിക. കുറച്ച് താടാ. എടാ കുറച്ച് താടാ. വെള്ളം വല്ലതും കുടിച്ചോടാ. എടാ കുറച്ച് താടാ. താ. അതേ കയറി. 11 മണി വരെയുള്ള ബാറ് 12 മണി വരെ തുറന്നു വെച്ചിട്ട് ഒരുമാതിരി കാശുള്ളവന്മാരെ മാത്രം വട്ടം വെച്ചിട്ട് പിടിക്കുന്നു. എന്ത് എത്തിക്സ് ആണ്? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. നിനക്ക് ഇത്രയും നേരം അടുത്തിരുന്നിട്ട് മതിയായില്ലേ? അങ്ങോട്ട് മാറിയിട്ടാ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. കുടിക്കാൻ ഒരു ചായ കിട്ടും. എനിക്കൊരു ചായ. മിണ്ടേരടാ. കുടിക്കാൻ എന്തെങ്കിലും വേണോടോ? വേണ്ട. എനിക്കൊരു ഡബിൾ ലാർജ് ഓൺ ദ റോക്സ്. ഡോ സർ, അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടെ. അവനുള്ള പെഗ് നമുക്ക് അവിടെ കൊടുക്കാം. ഞാൻ ഓക്കെ. അവന്റെ ഒരു NRI നീ സെല്ലിലേക്ക് പോകണം. സാറേ, ആ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ആ, അതവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അല്ല, കോട്ടയത്തിനെത്താൻ എന്തായാലും 5-6 മണിക്കൂർ എടുക്കും സാറേ. ആയിക്കോട്ടെ സാർ. ആ ഓക്കെ സാർ. ഓക്കെ. ചന്ദനശിലകളിലമ്പിളി കഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. കൊച്ചുവനെ, നിങ്ങളങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്നേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എടാ കൊച്ചുവനെ, അച്ഛാ അച്ഛാ, എന്താണ് നിനക്ക് പറ്റിയത്? എനിക്ക് എല്ലാം പണ്ടതിനെ തെരിയില്ല. ഇതൊന്ന് ലാബിൽ കൊണ്ട് വെച്ചിരിക്കുന്നതാ. ആര്യൻ അന്ന് ഫ്രൂട്ട് തരിക. വിഷം അടിച്ചെന്നാ തോന്നണേ. വിഷോ? എടാ വിഷോ? വാ നോക്കുന്നു പറയടാ ചേട്ടാ. ആ ജീപ്പ് തിരിച്ചു വിളിക്ക്. പിടിക്ക്. വണ്ടി എടുക്കാൻ വിഷം തരാണ്ടിരിക്കാൻ മാത്രം നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോടാം. സാർ ഇവിടെ ഒപ്പിട്ടോ. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? കൊല്ലാപ്പാണോ പടച്ചോനെ? ബാങ്കിൽ നിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ. താങ്ക് യു. ശരി സാർ. എന്താണത്? ആ എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും
1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി. ഇതന്ന് നമ്മളെ ടിവിയിൽ കണ്ട കുട്ടിയല്ലേ നൂർജഹാൻ. ഉമ്മത്ത, എന്താടാ ഇവിടെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ഹൗസ് നമ്പർ 281/12 രാഗം സ്ട്രീറ്റ്. എന്താ ജോസ് എന്റെ അഭിപ്രായം? ഓ LDF ആയാലും UDF ആയാലും നമുക്ക് ഒരുപോലെ. ഓ ചേട്ടൻ പറഞ്ഞ ശരിയാ. ആരാലും അരിന്റെ പോലെ ഒന്നും പറയാൻ പോണില്ല. അരിന്റെ മാത്രല്ല എല്ലാത്തിന്റെ. ഇവനാരോടാ? വീട് തന്നെ. ആ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള. വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്നാ? എന്റെ അല്ലോ, എന്തായി കാണിക്കുന്നത്? വാതിലടക്കല്ലേ? ഇവളിപ്പോ പട്ടാപകരം പരിപാടി തുടങ്ങിയോ? ഇത്തിപ്പിടം നടക്കൂല. ആരാടാ അകത്ത്? പുറത്തേക്ക് ഇറങ്ങി വാടാ. അധികം ചിരിക്കണ്ട. എന്തിനാടി നീ ഇങ്ങനെ ഒരാളായിട്ട് വട്ടളക്കണത്? എടി, എന്തിലും ആരിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ട ഐ ജസ്റ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതാണ് നൂറ. എന്താ നിന്റെ ഉദ്ദേശം? ഫ്രണ്ട്ഷിപ്പ് ഓർ ടൈം പാസ്? അതറിയില്ല. അതെ, സംഗീതം മാത്രല്ല, അല്പസ്വല്പം ചട്ടമ്പിത്തരം കൂടി കയ്യിലുള്ള ആളായി ഈ ഷാജർ. മറക്കണ്ട. നൂറ, ഓ എന്റെ മൊബൈൽ നിന്റെ ബാഗിനകത്തായി പോയി. ഓ ആണോ? ആ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വരെ ലേറ്റ് ആവും. നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. ശരി അമ്മ. ഓക്കെ. ഇവളല്ലേ ടിവിയിൽ കണ്ട നൂർജഹാൻ? പെണ്ണുങ്ങളെ നിസ്കാരപ്പള്ളിക്ക് മുമ്പിൽ കുറെ നേരമായാലും ചങ്ങയ്ക്ക് ഇറങ്ങി നടക്കണേ. ഒരു പൂവാലിന്റെ ലക്ഷണമുണ്ടല്ലോ. അത് നമുക്ക് ശരിയായി കൊടുക്കാം. നൂറ, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാം. എന്നെ ആർപിമാരിൽ വിട്ടാ മതി. ശരി. വാ, ഇറങ്ങി ഇങ്ങോട്ട് വാ. പർദ്ദയൊന്ന് താഴ്ത്തിയേ. എന്താ നൂറ? ഈ ബാഗൊന്ന്, എന്റെ ബാഗൊന്ന് കൈപ്പിടി. ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ നടന്നോളി. വേഗം വാ, ഞാൻ ഗേറ്റിൽ നിൽക്കേ. അവിടെ നിക്കടി. അന്നെ കൈ കിട്ടൂലെന്ന് വിചാരിച്ച അന്റെ മോന്തനെ ഒന്ന് കാണട്ടെ. നേരമായിട്ടൊന്നും ഇവിടെ കിടന്ന് കറങ്ങുന്നു. എടി, നമ്മുടെ ഈ സൂഫി കുമാറിന്റെ പുതിയ ആൽബം ഇല്ലേ, വലിയ ഹിറ്റാ. നീ അറിഞ്ഞോ? ശരി. എന്താ ശരിയിൽ ഒരു ആക്കല്? ഒന്നുമില്ലേ. ഓക്കെ, അത് പോട്ടെ. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ വർമാജിയുടെ ഒരു വിവരമില്ലല്ലോ. ഇപ്പൊ ഏത് ഫോറസ്റ്റിലെ ഫോട്ടോഗ്രാഫി? സൈലന്റ് വാലി. സൈലന്റ് വാലി? എന്താ ഒരു മുഖം വീർപ്പിക്കല്? ഇത് കേറണ്ടില്ല. പിന്നെ ഇതൊക്കെ പിടിച്ച് നടന്നു കയറാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ. സൂഫി കുമാരൻ വരുന്നു. ഇയാളെ തല്ലിക്കൊന്നാലും ചാവില്ലാന്ന് തോന്നുന്നു. 100 ആയുസ കക്ഷിക്ക്. ഞാനിപ്പോ വരാം. നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ ഇരിക്കടി. ഞാനിപ്പോ വരാം. പെട്ടെന്ന് വരാം. എടി, ഇത് ശരിയല്ല കേട്ടോ. ശരിയാണോ കേട്ടോ? ഇനി എന്തിനുള്ള പുറപ്പെടാനോ ആവോ. എന്തൊക്കെയായാലും നമ്മുടെ അടുപ്പിൽ വേവണ നാടൻ രുചി തന്നെ വേണം ഇവർക്കൊക്കെ കച്ചവടം നടത്താൻ. ഉമ്മത്തെ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? നമ്മൾ ഇവർക്ക് 1 രൂപയ്ക്ക് കൊടുക്കുന്ന ഉഴുന്നുവട ഈ പഹയന്മാര് വിൽക്കുന്നത് എത്രക്കാ കുഞ്ഞാലി? 25 രൂപയ്ക്ക്. നേര്. ആഹാ, ശ്രീപാർവതി എന്താ ഇവിടെ? അത് ഒറ്റയ്ക്ക? അല്ല, ഒരു ഫ്രണ്ട് ഉണ്ട്. ഫോൺ ചെയ്യാൻ പോയതാ. ആഹാ, ഈ ഫോണോമേനിയ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഫോണോമേനിയ നിന്റെ കെട്ടിയോക്ക? ബൈ ദ വേ, ഇത് എന്റെ ഉമ്മത്ത, വലിയ വെബിസ്റ്റാ. അറിയാം, ടിവിയില് കുക്കറി ഷോ കണ്ടുണ്ട്. അത്യാ, മോളെ വീട് എവിടെയാ? അത് അമ്പലത്തിന്റെ. അതെ ഉമ്മത്ത, ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ ശ്രീപാർവതി, തളിയിലെ കിഴക്കേടം കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാ. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഷാജറിന്റെ LLB എന്തായി? അതിനിവന് പഠിക്കാനേടിയ നേരം. ഇവൻ വക്കീലാവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഉള്ള സമയം പാട്ടും പാടി നടക്കുകയല്ലോ. നിങ്ങൾ പറഞ്ഞു കൊളവാക്കല്ലോ ഉമ്മത്ത. വാ പോവാ. ശ്രീപാർവതി, യു ക്യാരി ഓൺ. ഓക്കേ, ബൈ. പോട്ടെ.
നിക്കടാ. വരി. നീ ഇതെവിടെയായിരുന്നു? ഷാജറിനെ നേരിട്ടൊന്ന് പരിചയപ്പെടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്നെ കോടിപതിയാക്കിയ എന്റെ ഫ്രണ്ട് അല്ലേ? അത് ശരി, നിന്റെ ഫ്രണ്ട് എന്റെയും കൂടെ ഫ്രണ്ട് അല്ലേ? വാ നമുക്ക് പോവാം. എന്റെ സൂഫി കുമാരാ. Look-wise, okay. സൂഫി മ്യൂസിഷ്യൻ ഷാജഹാൻ LLBക്ക് പഠിക്കുന്നു. ചെമ്മങ്ങാട് പള്ളിക്ക് സമീപം വീട്. മലബാർ ടേസ്റ്റിന് പുതിയ മാനം കണ്ടെത്തിയ ഏക സഹോദരി സൈനുത്ത. ഒരുവിധം ബയോഡേറ്റ ഒക്കെ കിട്ടി. എന്നാലും എനിക്ക് നിന്നെ കുറച്ചും കൂടി സ്റ്റഡി ചെയ്യാനുണ്ടല്ലോ മോനെ. ആരോടാ ഒരു സംസാരം? നീ കണ്ടുപിടിച്ച വല്ല പുതിയ നക്ഷത്രങ്ങളായിട്ടാ? ആസ്ട്രോണമി തലയ്ക്ക് പിടിച്ച് വട്ടായോടി. ആ, ഒരു ചെറിയ വട്ട് തന്നെ. ഡോക്ടറെ, ഐ ഹാവ് എ കോംപ്ലിക്കേറ്റഡ് ഡൗട്ട്. പ്രണയിക്കാനാണോ അതോ പ്രണയിക്കപ്പെടാനാണോ ജനറലി ഒരാൾക്ക് താല്പര്യം? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, എനിക്കറിയില്ല. പക്ഷേ അമ്മൂമ്മ എന്റെ അടുത്ത് പറയാറുള്ളത് ലവ് ആഫ്റ്റർ മാരേജ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാ. എടി, എന്താ നിനക്കിപ്പോ ഒരു റൊമാൻറ്റിക് തോട്ട്? അതാണ് ഇവിടെ ഒരു വറവിന്റെ മണം അല്ലേ? വറവിന്റെ മണം? അതെ. എന്താടി, ഉറപ്പിച്ചോ? നോട്ട് യെറ്റ്, ബട്ട് എന്റെ പൊന്നു ഷാജറെ, നിന്നെ ഞാൻ അങ്ങനെ ഈസി ആയിട്ട് വിടില്ല. സർ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ സർ? എന്തുപറ്റി? എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ. ഇവിടെയോ? എന്തിന്? പച്ചക്കറി വാങ്ങണം. വാ, ഞാനും വരാം. ഷെയർ മാർക്കറ്റിലേക്ക് പോകുന്ന സാറ് ഇങ്ങനത്തെ മാർക്കറ്റിൽ വരാമോ? വാട്ട് ഐ മീൻ ടു സേ, സാർ പോയിക്കോളൂ. താങ്ക് യു. ക്യാഷ് ഇല്ല സർ. അങ്ങനെയാണോ? വണ്ടിക്ക് RCB കൊണ്ടോ? ഉണ്ട് സർ. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? പിന്നില്ലേ സർ. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടോ? വണ്ടി തന്നെ ഇരിക്കല്ലേ, എടുത്തോ സർ. ഹലോ, എത്രയാണെന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ? 10 രൂപ. 10 രൂപയുള്ളൂ. 10 രൂപയോ? ദിസ് ഈസ് ടു മച്ച്. ക്യാൻ യു മേക്ക് ഇറ്റ് ഫൈൻ? മുതലാവത്തില്ല സാറേ. ഞങ്ങള് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. ചേട്ടത്തി, ബിന്ദു,
10 മണിയായോ? സോറി ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഉടനെ പുറപ്പെടാം. പെട്രോള് തീരാൻ കണ്ട നേരം. ഇതിന് മൊത്തം എത്രയായെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഫാദർ, ഞങ്ങൾക്ക് ക്യാഷ് അല്ല പ്രധാനം, അങ്ങയുടെ ബ്ലെസ്സിങ്. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഫാദറിന്റെ ബ്ലെസ്സിങ് വലിയ പവർഫുള്ളാ. താങ്ക് യു ഫാദർ, താങ്ക് യു. എന്താടാ ബിന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നടാ. ഫസ്റ്റ് ടൈം ഒരു പോസിറ്റീവ് റെസ്പോൺസ്. ബ്ലാങ്ക് മെസ്സേജ് അല്ലടാ ഇത്. ഈ ബ്ലാങ്ക് മെസ്സേജ് ബ്ലാങ്ക് ചെക്കിനേക്കാളും പവർഫുൾ ആടാ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതാം, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇമാജിൻ ചെയ്യാലോ. അപ്പൊ ഇതിനെന്താ അർത്ഥം? മണ്ടന്മാരോട് സംസാരിച്ച് സമയം കളയാതെ അർജന്റായിട്ട് ചെല്ലാൻ. അത് മെസ്സേജ്. വാട്ട് മെസ്സേജ്? ബ്ലാങ്ക് മെസ്സേജ് അയച്ചിരുന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോയതാ. ബൈ മിസ്റ്റേക്ക് റിപ്ലൈ ആയി. സോറി. വളരെ ലേറ്റായി, പേടിയാവുന്നു. കൂട്ടിന് വരാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആണെന്നൊന്ന് സമ്മതിച്ചൂടെ? ഓവർ ഇമാജിനേഷൻ ഒന്നും വേണ്ട. അല്ല, വളരെ ലേറ്റായി, പേടിയാവുന്നുണ്ട്. അല്ല, എനിക്ക് എന്നെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു. What did you say? എൻ ഹൃദയക്കൂട്ടിലെ നിൻ ഹൃദയം കോർക്കുമോ, ഇരുയിർകൾ ചേർക്കുമോ, ഒന്നായിടുമോ? എൻ ഹൃദയക്കൂട്ടിലെ നിൻ ഹൃദയം കോർക്കുമോ, ഇരുയിർകൾ ചേർക്കുമോ, ഒന്നായിടുമോ? ഓ, മഴയത്തോടെ വയ്യാവേലി വെച്ച് വെച്ചേക്കും. മനുഷ്യന്റെ മനസ്സിൽ തന്നെ. ഇങ്ങോട്ട് കൊണ്ടുവാ, കുറച്ചും കണ്ണൊക്കെ വെക്കടാ. എന്നാത്തിനാടോ ഈ പൊട്ടിയതും കിട്ടിയതൊക്കെ ഞാനായിട്ട്. കൊണ്ടുവാടാ. അവിടെ വെക്ക്, അവിടെ വെക്ക്. അതെടുത്തോട്ട് വാ, അത് ഇങ്ങോട്ട് കൊണ്ടുവാ. പൊട്ടിക്കല്ലടാ, ഇങ്ങോട്ട് കൊണ്ടുവാടാ. ഒടുക്ക ഇതൊക്കെ തന്നെ കാണത്തുള്ളൂ. ലണ്ടൻ മോൻ എപ്പ എത്തി? ഒടുക്കം ഇവറ്റുകളെ തെരുവിലോട്ട് ഇറക്കി എന്ന ചീത്തപ്പേര് കൂടി ഇവരെനിക്ക് മേടിച്ചു തന്നു. എന്നാ ചെയ്യാന്, വേറെ വഴിയൊന്നുമില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തേ, ചിലരെ ഒരു പരിധി വിട്ട് സഹായിക്കുന്നത് ഓടയമ്പ്രാന് പോലും പിടിക്കത്തില്ലെന്നേ. അല്ലേ പിന്നെ കൈ നിറയെ വാരിക്കൊണ്ടുവരാൻ ലണ്ടനിലോട്ട് പറഞ്ഞ പെങ്കൊച്ച്
ഒരു കയ്യും കളഞ്ഞിച്ചിങ്ങ് തിരിച്ചു വരൂ. ആ ഓരോന്നിനും ഓരോ വിധിയുണ്ടേ. ആ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യടാ. നീയൊക്കെ കൂടെ എന്നെ മുടിപ്പിച്ചടങ്ങത്തുള്ളൂ. ചേച്ചി ചേച്ചി ചേച്ചിക്ക ഹലോ. പവിത്രയാ സംസാരിക്കണമെന്ന്. ഹലോ. ആ വിജയ്, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സംഭവിച്ചത്? നാട്ടിലെത്തി പെട്ടെന്ന് തന്നെ വിജയ്ക്ക് മെറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? പവിത്ര എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടാവുമ്പോൾ മാത്രമാണ് വിജയ് ചിലത് നമുക്ക് എത്ര പ്രഷ്യസ് ആയിരുന്നു അറിയുന്നത്. 10,000 പൗണ്ട് കൊണ്ട് സ്വന്തം പ്രണയം സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയ വിജയിൽ ആ തിരിച്ചറിവുണ്ടാക്കാൻ എന്റെ മുൻപിൽ ഈ വഴിയുണ്ടായിരുന്നുള്ളൂ. സോറി. ഇപ്പോ വിജയ് മാത്രമല്ല, ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നു വിജയ്ക്ക് മെറിനോടുണ്ടായിരുന്ന സ്നേഹം എത്ര ജെനുവിൻ ആയിരുന്നു. എനിവേ, ലണ്ടനിൽ തിരിച്ചെത്തുമ്പോൾ ഐ വിൽ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് മിസ്റ്റർ ആൻഡ് മിസസ് വിജയ് ദാസ്. ബൈ വിജയ്. സോറി. ഞാൻ വൈകിപ്പോയി. ഒരുപാട്